ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഗീ ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് തവിടോട് കൂടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. ഇത് അങ്കനവാടിയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പാണിത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വറുത്തിട്ടുള്ള റവയാണ്. ഈ നുറുക്ക് ഗോതമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇത് ഞാൻ ഓൾറെഡി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മളിതിപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നമ്മുടെ വറുത്ത റവയും ചേർത്തിട്ട് 2 ട്രിപ്പായിട്ട് നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ടുമല്ല, കുറച്ചൊരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ഗീ ആണ്. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്കൊന്ന് ഉണക്കമുന്തിരി വറുത്തെടുത്തിട്ട് വരാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. 2 കപ്പ് പാലാണിത്. ഇനി നമ്മൾ ഈ പാല് നമ്മളെ നെയ്യിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ വേറെ ഫുഡ് കളേഴ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ തന്നെ പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ പാലിൽ കലക്കിയിട്ട്, ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊരു കളറ് കിട്ടാനും മാത്രമുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിന് കുറവ് മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ പാലിൽ കലർത്തിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലഡുവിന് നല്ലൊരു മഞ്ഞ കളറൊക്കെ കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടിച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇതിനകത്തേക്ക് പതുക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ പാലിനകത്ത് നമ്മൾ ഈ ഒരു നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി നമ്മൾ കുറച്ച് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു മിക്സിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ലഡുവിൻ്റെ മിക്സിൻ്റെ അകത്തേക്ക് ചൂടോട് കൂടിയിട്ട് ഈ പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് അപ്പം തന്നെ ആ ചൂടിൽ തന്നെ അതൊന്ന് മെൽറ്റായിട്ട് അതിൻ്റെ കൂടെ തന്നെ യോജിച്ചിട്ട് വരും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ കൂടെ മെൽറ്റായി വരുന്നത് കാണാൻ പറ്റും. അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കി തുടങ്ങാം. ഇതുപോലെ ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ ഗീ ലഡു കിട്ടില്ലേ, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. മാത്രമല്ല നമ്മളിത് നുറുക്ക് ഗോതമ്പ്, തവിടോട് കൂടിയ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല നെയ്യും അതുപോലെ തന്നെ നല്ല മധുരവും ഒക്കെ ഉള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ആ ലഡുവിൻ്റെ മുകളിലേക്ക് ഉണക്കമുന്തിരി വെച്ച് കൊടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ലഡു ട്രൈ ചെയ്യണം. എല്ലാവരുടെ വീട്ടിലും നുറുക്ക് ഗോതമ്പ് അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ഈ ഒരു ലഡു ഉണ്ടാക്കി നോക്കണം.
അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയും കൂടി വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ see you. Thanks for watching.